സെൻ ബുദ്ധിസം എന്നൊരു സമ്പ്രദായമുണ്ട്. അതിൽ റിൻസായി എന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം മഹായോഗിയായിരുന്നു, അറിവുള്ളവനായിരുന്നു, ജീവൻ മുക്തനായിരുന്നു. ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്നു. ഒരു സാധകൻ അദ്ദേഹത്തിനെ സമീപിച്ചു. പെട്ടെന്നൊരു ചോദ്യം ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ചോദ്യം ഇങ്ങനെയാണ്: എന്താണ് അങ്ങയുടെ സാധന? എന്താണ് അങ്ങയുടെ അനുഷ്ഠാന പദ്ധതി? ഇവർക്കെല്ലാം സവിശേഷമായൊരു കഴിവുണ്ട്, ടിറ്റ് ഫോർ ടാറ്റ്, ക്വിക്ക് വിറ്റഡ്നെസ് എന്നൊക്കെ പറയാം. പ്രത്യുത്പന്നമതി, ഉടനെ ഉത്തരം, സെക്കൻഡ് തോട്ടൊന്നുമില്ല. അതോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സാധനയൊന്നുമില്ല, വിശക്കുമ്പോൾ എല്ലാം കഴിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, ഇതൊക്കെ തന്നെ എൻ്റെ സാധന. ചോദ്യകർത്താവിന് സംശയവും കൺഫ്യൂഷനും ദേഷ്യവും എല്ലാം കൂടെ തോന്നി. അദ്ദേഹം ചോദിച്ചു, ഹേ, ഇതാണ് നിങ്ങളുടെ സാധന? ഈ സാധന ആർക്കാ ചെയ്യാൻ വയ്യാത്ത? ചുമ്മാറന്ന് ഉറങ്ങുക, വിശക്കുമ്പോൾ കഴിക്കുക, ഇതാണോ സാധന? ഇതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ റിൻസായി പറഞ്ഞു, ടേക്ക് യുവർ വേർഡ്സ് ബാക്ക്, എന്റെ വാക്കുകളെ പിൻവലിക്കൂ. കാരണം നിന്റെ മാർഗത്തിലൂടെ വന്നിട്ടുള്ള ആളാണ് ഞാനും. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാർഗവും നിന്റെ മാർഗവും വ്യക്തമായിട്ടറിയാം. നീ ആഹാരം കഴിക്കുന്നത് വിശക്കുന്നത് കൊണ്ടല്ല. Because it is lunch time, it's 12 o'clock. Because the meals are sumptuous. പലരും നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് കൊണ്ട് നീ കഴിക്കാൻ പോകുന്നു, വിശന്നിട്ടല്ല. Because you have been invited for a lunch or a dinner or a supper. Because it is time to have a lunch. ഇതൊക്കെയാണ്. ഒരിക്കലും വിശന്നിട്ടല്ല. കാര്യം നിസ്സാരം. ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുക, ലിവിങ് ഇൻ ദ പ്രസന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതെന്ന് നമുക്ക് തോന്നാം. ഇതൊക്കെ കാര്യം നിസ്സാരമാണ്. The greatest truths are the simplest. ബർട്രൻഡ് റസ്സൽ പറഞ്ഞിട്ടുണ്ട്, the best way to know what philosophy is to do philosophy. The best way to know what philosophy is to do philosophy. തത്വശാസ്ത്രം പറയാനുള്ളതല്ല, തത്വശാസ്ത്രം അനുഷ്ഠിക്കാനുള്ളതാണ്. തത്വശാസ്ത്രം അനുഷ്ഠിക്കാനുള്ളതാണ്, പറയാനുള്ളത് മാത്രമല്ല. അനുഷ്ഠിക്കാൻ വേണ്ടി പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ റിൻസായി പറഞ്ഞു, നിന്റെ മാർഗത്തിലൂടെ വന്ന ആളായതുകൊണ്ട് എനിക്ക് നിന്റെ മാർഗവും അറിയാം, എൻ്റെ മാർഗവും അറിയാം. നീ രുചികരമായ ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് കഴിക്കുന്നു, സമയമായതുകൊണ്ട് കഴിക്കുന്നു, നിന്നെ ആൾക്കാർ ആഹാരത്തിന് ക്ഷണിക്കുന്നത് കൊണ്ട് കഴിക്കുന്നു. ഞാനങ്ങനല്ല, വിശക്കുമ്പോൾ മാത്രം കഴിക്കുന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നില്ല. ഞാൻ സ്വപ്നം കാണാൻ കിടന്നാൽ സ്വപ്നം മാത്രം കാണുന്നു, ഉറങ്ങുന്നില്ല. ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നില്ല. ഇതാണ് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. വർത്തമാനകാലത്തിൽ ജീവിക്കണം. എന്താ താത്വികമായൊരു ഉപദേശമാണ്. ഇവിടെ വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശരിക്കും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. ഒരു നിമിഷം മര്യാദയ്ക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആത്മബോധത്തിൽ ജീവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം.
ചെറിയ 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 വിസ്മൃതികൾ ഒരുവനെ ആത്മവിസ്മൃതിയിലെത്തിക്കും. അത് ഞാൻ മറന്നു, ഇത് ഞാൻ മറന്നു, പേന ഞാൻ മറന്നു, പെൻസിൽ ഞാൻ മറന്നു, കാറിന്റെ താക്കോല് ഞാൻ മറന്നു, ആഹാരം കഴിക്കാൻ മറന്നു ആരും പറയത്തില്ല. ചെറിയ ചെറിയ വിസ്മൃതികൾ നമ്മളെ ആത്മവിസ്മൃതിയിലെത്തിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ തത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവിത ബോധത്തെ നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കണം. ജീവിതത്തെയും മരണത്തെപ്പറ്റിയും നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിടത്തെത്തി. ശേതേ എന്നൊരു ക്രിയയുണ്ട്. ഉറങ്ങുക എന്നതിനും കിടക്കുക എന്നതിനും ശേതയെ പ്രയോഗിക്കാറുണ്ട്. അപ്പം ചിലർക്ക് ചില ആക്ഷേപം, എന്താണ്, നിങ്ങൾക്ക് ഈ രണ്ടർത്ഥങ്ങൾക്കും കൂടി ഒരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല എൻ്റെ അർത്ഥം. നമ്മുടെ പൂർവികന്മാർ ഉറങ്ങാൻ വേണ്ടിയേ കിടന്നിട്ടുള്ളൂ. കൊച്ചുകുട്ടികളെ നോക്കുക, വളരെ ആക്റ്റീവാണ് അവർ, വളരെ എനർജറ്റിക്കാണ് അവർ. അവരിങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ഷീണിക്കുമ്പോൾ മാത്രം, ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അവരുറങ്ങുന്നുള്ളൂ. അല്ലാത്ത സമയം എല്ലാവരും ആക്റ്റീവാണ്. ഇതുതന്നെയാണ് നേരത്തെ പറഞ്ഞ കഥയിലും വ്യക്തമാവുന്നത്. അതുകൊണ്ട് റെൻസായി പറഞ്ഞു, നീയും ഞാനും ഒരേ സ്ഥാനത്തല്ല നിൽക്കുന്നത്. നീ വന്ന മാർഗവും എനിക്കറിയാം, ഞാൻ നിൽക്കുന്ന പദവും എനിക്കറിയാം. നീ വന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചവനായതുകൊണ്ട് എനിക്ക് നിന്റെ മാർഗം അറിയാമെന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ മാർഗം അറിയാം, ലക്ഷ്യമെന്താണെന്നും അറിയാം. അങ്ങനെ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഞാൻ നിന്നോട് പറയുകയാണ്, നീയും ഞാനും ചെയ്യുന്നതൊന്നല്ല.